ദിവസം 25. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി പുസ്തകം 47ഉം 48ഉം അധ്യായങ്ങൾ, ജോബിന്റെ പുസ്തകം അധ്യായങ്ങൾ 39ഉം 40ഉം, സങ്കീർത്തനങ്ങൾ 16. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ്. ഉൽപ്പത്തി അധ്യായം 47. ജോസഫ് ചെന്ന് ഫറവോയോട് വിവരിച്ചു, എന്റെ പിതാവും സഹോദരന്മാരും അവരുടെ ആടുമാടുകളും അവർക്കുള്ള സകലതും കാനാൻ ദേശത്ത് നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. അവരിതാ ഗോഷൻ ദേശത്തുണ്ട്. അവൻ തന്റെ സഹോദരന്മാർക്കിടയിൽ നിന്ന് 5 പേരെ തെരഞ്ഞെടുത്ത് അവരെ ഫറവോയുടെ മുമ്പിൽ കൊണ്ടുചെന്നു. അവന്റെ സഹോദരന്മാരോട് ഫറവോ ചോദിച്ചു, നിങ്ങളുടെ തൊഴിലുകൾ എന്തൊക്കെയാണ്? അവർ ഫറവോയോട് പറഞ്ഞു, അങ്ങയുടെ ദാസർ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ പൂർവികരും മൃഗങ്ങളെ മേയ്ക്കുന്നവരാണ്. തുടർന്ന് അവർ പറഞ്ഞു, ഇവിടെ തൽക്കാലവാസത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തെന്നാൽ കാനാൻ ദേശത്ത് ക്ഷാമം രൂക്ഷമായതുകൊണ്ട് അങ്ങയുടെ ദാസരുടെ കാലിക്കൂട്ടത്തിന് തീറ്റയില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ ദാസർ ഗോഷൻ ദേശത്ത് കുടിപാർക്കാൻ ദയ ചെയ്യണമേ. അപ്പോൾ ഫറവോ ജോസഫിനോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ പിതാവും നിന്റെ സഹോദരന്മാരും നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണല്ലോ. ഈജിപ്ത് നാട് നിനക്ക് മുമ്പിലുണ്ട്. നാടിന്റെ മെച്ചപ്പെട്ട ഭാഗത്ത് നിന്റെ പിതാവിനെയും നിന്റെ സഹോദരന്മാരെയും പാർപ്പിക്കുക. അവർ ഗോഷൻ ദേശത്ത് താമസിക്കട്ടെ. അവരിൽ കാര്യശേഷിയുള്ളവരുണ്ടെന്ന് നിനക്കറിയാമെങ്കിൽ അവരെ എന്റെ കന്നുകാലിക്കൂട്ടത്തിന്റെ മേലാളന്മാരായി നിയോഗിക്കുക. അതിനുശേഷം ജോസഫ് തന്റെ പിതാവായ യാക്കോബിനെ വരുത്തി ഫറവോയുടെ മുമ്പിൽ നിർത്തി. യാക്കോബ് ഫറവോയെ അനുഗ്രഹിച്ചു. തങ്ങളുടെ ആയുഷ്കാല സംവത്സരങ്ങൾ എത്രയാണ്? ഫറവോ യാക്കോബിനോട് ചോദിച്ചു. എന്റെ ദേശാന്തരവാസകാലം 130 വർഷമാണ്. ഹ്രസ്വമെങ്കിലും ദുരിതപൂർണമായിരുന്നു എന്റെ ആയുഷ്കാല സംവത്സരങ്ങൾ. എന്നാൽ എന്റെ പിതാക്കന്മാരുടെ ദേശാന്തരവാസകാലത്തിലെ അവരുടെ ആയുഷ്കാല സംവത്സരങ്ങളെ അവ മറികടന്നിട്ടില്ല. ഫറവോയെ അനുഗ്രഹിച്ച ശേഷം യാക്കോബ് ഫറവോയുടെ സന്നിധിയിൽ നിന്ന് പോയി. ഫറവോ കൽപ്പിച്ചതുപോലെ ഈജിപ്ത് നാട്ടിലെ മെച്ചപ്പെട്ട ഒരു പ്രദേശം റംസേസ് നാട്ടിൽ അവകാശമായി നൽകി. ജോസഫ് തന്റെ പിതാവിനെയും സഹോദരന്മാരെയും അധിവസിപ്പിച്ചു. ജോസഫ് തന്റെ പിതാവിനും സഹോദരന്മാർക്കും തന്റെ പിതൃഭവനം മുഴുവനും ആശ്രിതരുടെ എണ്ണമനുസരിച്ച് ആഹാരം കൊടുത്തു പോന്നു. ക്ഷാമം ഏറെ രൂക്ഷമായിരുന്നതിനാൽ നാട്ടിലെങ്ങും ആഹാരമില്ലാതെയായി. ഈജിപ്ത് ദേശവും കാനാൻ ദേശവും ക്ഷാമം മൂലം വലഞ്ഞു. ഈജിപ്ത് ദേശത്തും കാനാൻ ദേശത്തും ലഭ്യമായ പണം മുഴുവൻ അവർ വാങ്ങിയ ധാന്യത്തിന് വിലയായി ജോസഫ് ശേഖരിച്ചു. ആ പണം അവൻ ഫറവോയുടെ ഭവനത്തിലേക്ക് മുതൽ കൂട്ടി. ഈജിപ്ത് ദേശത്തും കാനാൻ ദേശത്തുമുള്ള പണം തീർന്നപ്പോൾ ഈജിപ്തുകാരെല്ലാം ജോസഫിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ആഹാരം തരിക. പണം തീർന്നെന്ന കാരണത്താൽ ഞങ്ങൾ എന്തിനങ്ങയുടെ മുമ്പിൽ മരിക്കണം? ജോസഫ് പറഞ്ഞു, പണം തീർന്നെങ്കിൽ നിങ്ങളുടെ കന്നുകാലികളെ തരുവിൻ. നിങ്ങളുടെ കന്നുകാലികൾക്ക് വിലയായി ഞാൻ നിങ്ങൾക്കത് തരാം. തങ്ങളുടെ കന്നുകാലികളെ അവർ ജോസഫിന്റെ അടുത്ത് കൊണ്ടുവന്നു. കുതിരകൾക്കും ആട്ടിൻപറ്റത്തിനും കന്നുകാലിക്കൂട്ടത്തിനും കഴുതകൾക്കും വിലയായി ജോസഫ് അവർക്ക് ആഹാരം കൊടുത്തു. അവൻ അവരുടെ കന്നുകാലികൾക്കെല്ലാം വിലയായി അവർക്ക് ആ വർഷത്തേക്ക് ആഹാരം വിതരണം ചെയ്തു. ആ വർഷം അവസാനിച്ച് 2-ാം വർഷം അവർ അവന്റെ അടുത്ത് ചെന്ന് അവനോട് പറഞ്ഞു, പണം തീർന്ന കാര്യം യജമാനനിൽ നിന്ന് ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. മൃഗസമ്പത്ത് യജമാനന്റേതായി. യജമാന സമക്ഷം ഞങ്ങളുടെ ദേഹവും നിലവുമല്ലാതെ ഞങ്ങൾക്കിനി ഒന്നും അവശേഷിക്കുന്നില്ല. ഞങ്ങൾ എന്തിനു മരിക്കണം? ഞങ്ങളും ഞങ്ങളുടെ നിലവും അങ്ങയുടെ കൺമുമ്പിലുണ്ട്. ആഹാരത്തിന് വിലയായി ഞങ്ങളുടെ നിലം വാങ്ങിയാലും ഞങ്ങളും ഞങ്ങളുടെ നിലവും ഫറവോയ്ക്ക് അടിമകളായിരിക്കും. ഞങ്ങൾ മരിക്കാതെ ജീവിച്ചു പോകാനും നിലം തരിശാകാതിരിക്കാനും വേണ്ടി വിത്ത് തന്നാലും. അങ്ങനെ ജോസഫ് ഈജിപ്തുകാരുടെ നിലം മുഴുവൻ ഫറവോയ്ക്ക് വേണ്ടി വാങ്ങി. എന്തെന്നാൽ ക്ഷാമം തങ്ങളുടെ മേൽ ശക്തി പ്രാപിച്ചപ്പോൾ ഈജിപ്തുകാരെല്ലാവരും തങ്ങളുടെ വയൽ വിറ്റു. അങ്ങനെ നാട് ഫറവോയുടേതായി. ജനത്തെയാകട്ടെ ഈജിപ്തിന്റെ അതിർത്തിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവൻ പട്ടണങ്ങളിലേക്ക് ഒഴിപ്പിച്ചു. പുരോഹിതന്മാർക്കായി ഒരു വിഹിതം ഫറവോയിൽ നിന്ന് ഉണ്ടായിരുന്നതിനാൽ പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല. അവരാകട്ടെ ഫറവോ അവർക്ക് നൽകിയിരുന്ന അവരുടെ വിഹിതം ഭക്ഷിച്ചു പോന്നു. അതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല. ജോസഫ് ജനങ്ങളോട് പറഞ്ഞു, നോക്കൂ, ഇന്ന് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിലവും ഫറവോയ്ക്കായി വാങ്ങിയിരിക്കുന്നു. ഇതാ നിങ്ങൾക്കുള്ള വിത്ത്. നിങ്ങൾക്ക് നിലം വിതയ്ക്കാം. വിളവുണ്ടാകുമ്പോൾ 1/5 നിങ്ങൾ ഫറവോയ്ക്ക് കൊടുക്കണം. 4 ഭാഗം നിങ്ങൾക്ക് വയൽ വിത്തിനും നിങ്ങളുടെ ഭക്ഷണത്തിനുമാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഭക്ഷണത്തിനു വേണ്ടിയുള്ളത്. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ ജീവൻ കാത്തു. ഞങ്ങൾ യജമാനന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തട്ടെ. ഞങ്ങൾ ഫറവോയ്ക്ക് അടിമകളായിരിക്കും. അങ്ങനെ ജോസഫ് ഈജിപ്തിലെ നിലം സംബന്ധിച്ച് ഇന്നും പ്രാബല്യത്തിലുള്ള 1/5 ഫറവോയ്ക്ക് എന്നൊരു നിയമം നടപ്പാക്കി. പുരോഹിതന്മാരുടെ നിലം മാത്രം അവരുടേത് മാത്രമായി. അത് ഫറവോയുടേതായില്ല. ഇസ്രായേൽ ഈജിപ്ത് നാട്ടിലെ ഗോഷൻ ദേശത്ത് പാർത്തു. അവർ അതിൽ അവകാശം സ്ഥാപിച്ചു. ഏറെ പെറ്റുപെരുകയും ചെയ്തു. യാക്കോബ് ഈജിപ്ത് നാട്ടിൽ 17 വർഷം ജീവിച്ചു. യാക്കോബിന്റെ ആയുഷ്കാലം 147 വർഷമായിരുന്നു. ഇസ്രായേലിന്റെ മരണത്തിനുള്ള ദിവസങ്ങൾ എടുത്തപ്പോൾ അദ്ദേഹം തന്റെ മകൻ ജോസഫിനെ വിളിച്ച് അവനോട് പറഞ്ഞു,
ഞാൻ നിന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയെങ്കിൽ നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴിൽ വെച്ചാലും എന്നോട് കരുണയോടെയും വിശ്വസ്തയോടെയും പ്രവർത്തിക്കണം. ദയ ചെയ്ത് എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത്. ഞാൻ എൻ്റെ പിതാക്കന്മാരോടൊപ്പം കിടക്കുമ്പോൾ എന്നെ ഈജിപ്തിൽ നിന്ന് സംവഹിച്ച് അവരുടെ കുഴിമാടത്തിൽ സംസ്കരിക്കണം. അവൻ പറഞ്ഞു, അങ്ങയുടെ വാക്കുപോലെ ഞാൻ ചെയ്തു കൊള്ളാം. എന്നോട് ശപഥം ചെയ്യുക, അദ്ദേഹം പറഞ്ഞു. അവൻ അദ്ദേഹത്തോട് ശപഥം ചെയ്തു. അപ്പോൾ ഇസ്രായേൽ കട്ടിൽ തലയ്ക്കൽ കുമ്പിട്ടു. ഉൽപ്പത്തി അധ്യായം 48. ഇക്കാര്യങ്ങൾക്ക് ശേഷം ജോസഫിനോട് ഒരാൾ പറഞ്ഞു, ഇതാ നിന്റെ പിതാവ് രോഗിയാണ്. അപ്പോൾ അവൻ തന്റെ 2 പുത്രന്മാരെ മനാസയെയും എഫ്രായിമിനെയും കൂടെ കൊണ്ടുപോയി. അവൻ യാക്കോബിനെ അറിയിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ അങ്ങയുടെ മകനായ ജോസഫ് അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഇസ്രായേൽ ശക്തി സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. യാക്കോബ് ജോസഫിനോട് പറഞ്ഞു, കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എൽ ഷദായ് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു. അവിടെ നിന്നോട് അരുൾ ചെയ്തു, ഇതാ ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. നിന്നെ ഞാൻ ജനങ്ങളുടെ ഒരു സമൂഹമാക്കും. നിനക്ക് ശേഷം നിന്റെ സന്തതിക്ക് നിത്യാവകാശമായി ഈ നാട് ഞാൻ നൽകും. ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്തെത്തുന്നതിന് മുമ്പ് നിനക്ക് ഈജിപ്ത് നാട്ടിൽ ജനിച്ച നിന്റെ പുത്രന്മാർ 20 എഫ്രായിമും മനാസയും ഇപ്പോൾ എന്റേതാണ്. റൂബനും ശിമിയോനും എന്ന പോലെ അവർ എന്റേതായിരിക്കും. അവർക്ക് ശേഷം നീ ജനിപ്പിക്കുന്ന നിന്റെ സന്താനങ്ങൾ നിന്റേതായിരിക്കും. അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഞാൻ പാതാനിൽ നിന്ന് പോരുമ്പോൾ വഴിക്ക് കാനാൻ ദേശത്ത് വെച്ച് എഫ്രാത്തായിലെത്താൻ 1 കിബ്ര ദൂരം കൂടി ഉണ്ടായിരുന്നപ്പോൾ റാഹേൽ എന്റെ മേൽ ചാഞ്ഞു മരിച്ചു. എഫ്രാത്തായിലേക്കുള്ള, അതായത് ബേഥലഹേമിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ സംസ്കരിച്ചു. ജോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ചോദിച്ചു, ഇവർ ആരാണ്? ജോസഫ് തന്റെ പിതാവിനോട് പറഞ്ഞു, ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്ന എന്റെ മക്കളാണിവർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരെ അനുഗ്രഹിക്കേണ്ടതിന് അവരെ എന്റെ അടുക്കൽ കൊണ്ടുവന്നാലും പ്രായം കൊണ്ട് കണ്ണുകൾ വീങ്ങിയിരുന്നതിനാൽ ഇസ്രായേലിന് കാണാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് അവൻ അവരെ കൊണ്ടുചെന്നു. അദ്ദേഹം അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഇതാ നിന്റെ സന്തതിയെ കൂടി ദൈവം എന്നെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ജോസഫ് അവരെ അദ്ദേഹത്തിന്റെ മുട്ടുകളിൽ നിന്ന് മാറ്റിയിട്ട് നിലം പറ്റെ തന്റെ മുഖം കുനിച്ചു. പിന്നെ ജോസഫ് ഇരുവരെയും, എഫ്രായിമിനെ തന്റെ വലതു കൈ കൊണ്ട് ഇസ്രായേലിന്റെ ഇടത്ത് കൈക്ക് നേരെയും മനാസയെ തന്റെ ഇടത്ത് കൈ കൊണ്ട് ഇസ്രായേലിന്റെ വലതു കൈക്ക് നേരെയും നിർത്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. എന്നാൽ ഇസ്രായേൽ തന്റെ കൈകൾ പിണച്ച് വലം കൈ ഇളയവനായ എഫ്രായിമിന്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലുമാണ് വെച്ചത്. മനാസയായിരുന്നല്ലോ കടിഞ്ഞൂൽ പുത്രൻ. അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും ഏത് ദൈവത്തിന്റെ മുമ്പിൽ വ്യാപരിച്ചിരുന്നുവോ അവിടുന്ന്, എന്റെ ആരംഭം മുതൽ ഇന്ന് വരെ എന്നെ മേയിച്ചിരുന്ന ദൈവം, തിന്മയായ എല്ലാറ്റിലും നിന്ന് എന്നെ വീണ്ടെടുത്ത ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ. എന്റെ നാമവും എന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും നാമവും അവരിലൂടെ വിളിക്കപ്പെടട്ടെ. അവർ ഭൂമധ്യേ പുരുഷാരമായി നിറയട്ടെ. തന്റെ പിതാവ് അദ്ദേഹത്തിന്റെ വലങ്കൈ എഫ്രായിമിന്റെ തലയിൽ വെച്ചിരിക്കുന്നത് ജോസഫ് കണ്ടു. അവന്റെ ദൃഷ്ടികളിൽ അത് അനിഷ്ടകരമായി. എഫ്രായിമിന്റെ തലയിൽ നിന്ന് മനാസയുടെ തലയിലേക്ക് അത് മാറ്റാൻ അവൻ പിതാവിന്റെ കയ്യിൽ കടന്നു പിടിച്ചു. ജോസഫ് തന്റെ പിതാവിനോട് പറഞ്ഞു, എന്റെ പിതാവേ, അങ്ങനെയല്ല, ഇവനാണല്ലോ ആദിജാതൻ. അങ്ങയുടെ വലം കൈ ഇവന്റെ തലയിൽ വെക്കണമേ. അവന്റെ പിതാവ് നിരസിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം എന്റെ മകനെ, എനിക്കറിയാം. അവനും ഒരു ജനമായി തീരും, അവനും വലിയവനാവും. എന്നാൽ അവന്റെ ഇളയ സഹോദരൻ അവനേക്കാൾ വലിയവനാവും. അവന്റെ സന്തതിയാകട്ടെ ജനതകളുടെ മഹാഗണവും. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ആ ദിവസം അദ്ദേഹം പറഞ്ഞു, നിന്നെക്കൊണ്ട് ഇസ്രായേൽ ഇപ്രകാരം അനുഗ്രഹിക്കും. ദൈവം നിന്നെ എഫ്രായിമിനെ പോലെയും മനാസയെ പോലെയും സുസ്ഥാപിതമാക്കട്ടെ. അദ്ദേഹം എഫ്രായിമിനെ മനാസയ്ക്ക് മുമ്പനാക്കി. അത് കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഞാനിതാ മരിക്കാറായി. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവിടുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുചെന്നാക്കും. എന്റെ വാളും വില്ലും കൊണ്ട് അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ ഷെക്കയും നിന്റെ സഹോദരന്മാർക്കുള്ളതിനേക്കാൾ 1 കൂടുതലായി നിനക്ക് ഞാൻ തരുന്നു. ജോബ് അധ്യായം 39. വരയാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ മാസങ്ങൾ തികയ്ക്കുന്നത് നിനക്ക് കണക്ക് കൂട്ടാമോ? അവയ്ക്ക് പ്രസവിക്കാനുള്ള സമയം നിനക്കറിയാമോ? അവ കുനിഞ്ഞ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. അവ തങ്ങളുടെ മറുപിള്ളകൾ പുറന്തള്ളുന്നു. അവയുടെ കുഞ്ഞുങ്ങൾ ഉശിരുള്ളവരായി ധാന്യവയലിൽ പെരുകുന്നു. അവ പിരിഞ്ഞു പോകുന്നു, പിന്നെ അവയ്ക്കായി മടങ്ങി വരുന്നില്ല. കാട്ടുകഴുതയെ ആട്ടിയോടിച്ചതാര്? വനഗർത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചതാര്? വരണ്ട ഭൂമി അതിന്റെ വീടായും ഉപ്പുഭൂമി അതിന്റെ വസതികളായും ഞാൻ നൽകി. അത് പട്ടണത്തിന്റെ ആരവത്തെ പുച്ഛിക്കുന്നു. തെളിക്കുന്നവന്റെ ഒച്ചപ്പാടുകൾ അത് കൂട്ടാക്കുന്നില്ല.
മലകളിൽ കണ്ടുകിട്ടുന്നതാണ് അതിന്റെ കച്ചി. ഏത് പച്ചപ്പിന് വേണ്ടിയും അത് പരതുന്നു. കാട്ടുപോത്ത് നിന്നെ സേവിക്കാൻ ഇഷ്ടപ്പെടുമോ? നിന്റെ തൊഴുത്തിൽ അത് രാപാർക്കുമോ? കാട്ടുപോത്തിന്റെ കയർ അതിനെ ഉഴവുചാലിൽ ബന്ധിക്കുമോ? നിന്റെ പിന്നാലെ അത് താഴ്വാരങ്ങൾ ഉഴുത് നിരപ്പാക്കുമോ? അതിന്റെ കരുത്ത് വലുതാകയാൽ നീ അതിനെ ആശ്രയിക്കുമോ? നിന്റെ ജോലി അതിന്റെ പക്കൽ വിട്ടുകൊടുക്കുമോ? അത് നിന്റെ വിത്ത് കൊണ്ടുവരുമെന്നതിൽ, നിന്റെ മെതിക്കളം ശേഖരിക്കുമെന്നതിൽ നീ വിശ്വാസം അർപ്പിക്കുമോ? കൊക്കിന്റെ ചിറകിനും തൂവലിനുമൊപ്പം ഒട്ടകപ്പക്ഷിപ്പിടകളുടെ ചിറക് ആഹ്ലാദപൂർവം ആടുന്നു. അവൾ നിലത്ത് തന്റെ മുട്ടകളിടുന്നു. അവൾ ധൂളിയിൽ അവ വിരിയിക്കുന്നു. പാദം അതിനെ ഉടയ്ക്കുമെന്നതും വന്യമൃഗം അതിനെ മെതിക്കുമെന്നതും അവൾ മറക്കുന്നു. അവരുടെ അധ്വാനം പാഴാകും വിധം തന്റെ കുഞ്ഞുങ്ങൾ തന്റേതല്ലെന്ന മട്ടിൽ കൂസലില്ലാതെ അത് ക്രൂരമായി പെരുമാറുന്നു. എന്തെന്നാൽ ജ്ഞാനം മറക്കാൻ ദൈവം അവൾക്കിടയാക്കി. ഉൾക്കാഴ്ചയിൽ പങ്കും അവൾക്ക് കൊടുത്തില്ല. ഗർവോടെ ചിറകടിക്കുന്ന സമയത്ത് അവൾ കുതിരയെയും അതിന്റെ നേന്താവിനെയും പരിഹസിക്കുന്നു. കുതിരയ്ക്ക് കരുത്ത് കൊടുത്തത് നീയാണോ? അതിന്റെ കഴുത്തിൽ സട ധരിപ്പിച്ചത് നീയോ? അതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കുന്നത് നീയോ? അതിന്റെ ഹുങ്കാര ഗാംഭീര്യം ഭയാനകം. അവൻ സമതലത്തിൽ മാന്തി ഉല്ലസിക്കുന്നു. ആയുധത്തെ നേരിടാൻ ശക്തിയോടെ പാഞ്ഞു ചെല്ലുന്നു. അവൻ ഭയത്തെ പുച്ഛിക്കുന്നു, സംഭീതനാകുന്നില്ല, വാളിനു മുമ്പിൽ പിന്തിരിയുന്നില്ല. അവന്റെ മേൽ ആവനാഴിയും കുന്തത്തിന്റെ ലോഹമുനയും ശൂലവും ചിലമ്പുന്നു. ഉഗ്രചലനത്താലും വികാര വിക്ഷോഭത്താലും അവൻ നിലം കപ്പുന്നു. കാഹളം മുഴങ്ങിയത് കാരണം അവൻ അടങ്ങി നിൽക്കില്ല. എപ്പോഴെല്ലാം കാഹളമുണ്ടായാലും അവൻ ഹേഷാരവമുണ്ടാക്കുന്നു. അവൻ അകലെ വെച്ച് തന്നെ യുദ്ധവും സൈന്യാധിപന്മാരുടെ പോർവിളിയും വിജയാട്ടഹാസവും മണക്കുന്നു. നിന്റെ ഉൾക്കാഴ്ചയിൽ നിന്നാണോ പരുന്ത് പറന്നുയരുന്നതും അതിന്റെ ചിറകുകൾ തെക്കോട്ട് വിടർത്തുന്നതും? നിന്റെ വാക്കാലാണോ കഴുകൻ ഉയർന്നു പൊങ്ങുന്നതും അതിന്റെ കൂട് കൂട്ടുന്നതും? അവൻ പാറ വസതിയാക്കുന്നു, പാറമുനമേലും ഗോപുരത്തിന്മേലും രാപാർക്കുന്നു. അവിടെ നിന്ന് അവൻ ഇര തേടുന്നു. അവന്റെ കണ്ണുകൾ ദൂരെ നിന്ന് നിരീക്ഷിക്കുന്നു. അവന്റെ കുഞ്ഞുങ്ങൾ രക്തം വീമ്പി കുടിക്കുന്നു. കബന്ധങ്ങളുള്ളെടുത്ത് അവനുമുണ്ട്. ജോബ് അധ്യായം 40. കർത്താവ് ജോബിന് മറുപടി നൽകിയിട്ട് ചോദിച്ചു, സർവശക്തനോട് വാദിക്കുന്നവൻ വഴക്കടിക്കുമോ? ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവൻ ഉത്തരം നൽകട്ടെ. ജോബ് കർത്താവിനോട് മറുപടിയായി പറഞ്ഞു, ഇതാ ഞാൻ നിസ്സാരനാണ്. അങ്ങയോട് ഞാൻ എന്ത് പ്രതിഭാഷിക്കാനാണ്? ഞാൻ എൻ്റെ കൈ എൻ്റെ വായോട് ചേർക്കുന്നു. ഒരു പ്രാവശ്യം ഞാൻ സംസാരിച്ചു, എന്നാൽ എനിക്ക് മറുപടിയില്ല. 2 തവണയായി, ഇനി ഞാൻ തുടരുകയില്ല. അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി അവിടുന്ന് അരുൾ ചെയ്തു, ധീരനെ പോലെ നീ നിന്റെ അരമുറുക്കുക. ഞാൻ നിന്നോട് ചോദിക്കും, നീ എന്നോട് വിശദീകരിക്കുക. എന്റെ ന്യായവിധി നീ അസാധുവാക്കുക തന്നെ ചെയ്യുമോ? നീ നീതിമാനാകേണ്ടതിന് എന്നെ നീ ദുഷ്ടനാക്കുമോ? ദൈവത്തിൻ്റെതുപോലെ ഒരു കരം നിനക്കുണ്ടോ? അവിടുത്തെ പോലെ ഒച്ചയിൽ നീ ഗർജിക്കുമോ? മഹിമയും ഔന്നത്യവും നീ ഭൂഷണമാക്കുക, പ്രതാപവും പ്രാഭവവും അണിയുക. നിന്റെ കോപത്തിന്റെ തള്ളലുകൾ ഒഴുക്കിക്കളയുക. ഓരോ അഹങ്കാരിയെയും മനസ്സിലാക്കി അവനെ എളിമപ്പെടുത്തുക. ഓരോ അഹങ്കാരിയെയും മനസ്സിലാക്കി അവനെ വിനീതനാക്കുക. ദുഷ്ടരെ അവരുടെ സ്ഥാനത്ത് തന്നെ ഇടിച്ചു തകർക്കുക. അവരെ ഒന്നടങ്കം പൊടിയിൽ മൂടുക. നിഗൂഢതയിൽ അവരുടെ മുഖം മൂടിക്കെട്ടുക. ഞാനും നിന്നെ അംഗീകരിക്കാം. നിന്റെ വലതുകരം നിനക്ക് രക്ഷയേകിയല്ലോ. കണ്ടാലും നിന്നോടൊപ്പം ഞാൻ സൃഷ്ടിച്ച ബെഹേമോത്ത്, അവൻ കാളയെപ്പോലെ പുല്ല് തിന്നുന്നു. കണ്ടാലും അവന്റെ ശക്തി അവന്റെ അരയിലാണ്, ബലം അവന്റെ ഉദരപേശികളിലും. അവൻ തന്റെ വാലിനെ ദേവദാരു സമം ഇഷ്ടപ്പെടുന്നു. അവന്റെ വൃഷ്ണസ്നായുക്കൾ കെട്ടുപിടഞ്ഞതാണ്. അവന്റെ അസ്ഥികൾ പിച്ചളപ്പാത്തികളാണ്. അവന്റെ എല്ലുകൾ ഇരുമ്പഴികൾ പോലെയാണ്. ദൈവവഴികളിൽ അവനാണ് കേമൻ. അവന്റെ സൃഷ്ടാവാണ് അവന് വാൾ നൽകിയിട്ടുള്ളത്. കാരണം മലകളാണ് അവന് വേണ്ടി വിഭവം വഹിക്കുന്നത്. സകല വന്യജീവികളും അവിടെയാണല്ലോ വിഹരിക്കുന്നത്. ഞാങ്ങണയുടെയും ചതുപ്പിന്റെയും മറവിൽ താമരകളുടെ കീഴിൽ അവൻ കിടക്കുന്നു. താമരകൾ അവനെ മറച്ച് തണൽ നൽകുന്നു. അരുവിയിലെ അരളികൾ അവനെ ചുറ്റി നിൽക്കുന്നു. നോക്കൂ, നദി കവിഞ്ഞൊഴുകിയേക്കാം, എന്നാൽ അവൻ കുലുങ്ങുകയില്ല. ജോർദാൻ അവന്റെ വായിലേക്ക് കുത്തിയൊഴുകിയാലും അവൻ കൂസുകയില്ല. അത് കാണുകെ അവൻ അതിനെ പിടിക്കും. കൊളുത്തുകൾ കൊണ്ട് മൂക്ക് തുളയ്ക്കും. ലെവിയാഥനെ ചൂണ്ടയിൽ കുടുക്കി അവന്റെ നാക്ക് ഒരു ചരട് കൊണ്ട് വരിഞ്ഞ് അവന്റെ മൂക്കിൽ നീ കയറിടുമോ? അവന്റെ താടിയിൽ നീ ചൂണ്ട കോർക്കുമോ? അവൻ നിന്റെ നേർക്ക് യാതനകൾ ചൊരിയുമോ? അവൻ നിന്നോട് അനുനയങ്ങൾ സംസാരിക്കുമോ? അവൻ നീയുമായി ഉടമ്പടി ചെയ്യുമോ? അവനെ നീ എന്നേക്കും ദാസനായി സ്വീകരിക്കുമോ? ഒരു പക്ഷി എന്ന പോലെ അവനുമായി നീ കളിക്കുമോ? നിന്റെ ഭൃത്യകൾക്ക് വേണ്ടി നീ അവനെ കെട്ടിയിടുമോ? ഇടപാടുകാർ അവന് വേണ്ടി വിലപേശുമോ? അവർ അവനെ കച്ചവടക്കാർക്കിടയിൽ പകുത്തു നൽകുമോ? നീ അവന്റെ തൊലി ചാട്ടുളികൾ കൊണ്ടും തല മീൻശൂലം കൊണ്ടും നിറയ്ക്കുമോ? അവന്റെ മേൽ നിന്റെ കൈപ്പത്തി വെക്കുക. യുദ്ധം അനുസ്മരിക്കുക, നീ അത് ആവർത്തിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 16. ദാവീദിന്റെ സുവർണഗീതം.
ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങിൽ അഭയം തേടുന്നു. കർത്താവിനോട് ഞാൻ പറഞ്ഞു, അങ്ങാണ് എൻ്റെ നാഥനും എൻ്റെ നന്മയും, അങ്ങയ്ക്കുപരിയായി മറ്റാരുമില്ല. ഭൂമിയിലെ വിശുദ്ധരോ അവരാണ് മഹാന്മാർ. എൻ്റെ പ്രീതി മുഴുവൻ അവരിലാണ്. മറ്റൊരുവനെ അനുഗമിക്കുന്നവരോ തങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുന്നു. രക്തം കൊണ്ടുള്ള അവരുടെ പാനീയയാഗം ഞാൻ നിവേദിക്കില്ല. അവരുടെ നാമങ്ങൾ ഞാൻ ഭാഷണ വിഷയമാക്കുകയില്ല. കർത്താവാണ് എനിക്ക് നിശ്ചയിക്കപ്പെട്ട ഓഹരിയും എൻ്റെ പാനപാത്രവും. എൻ്റെ ഭാഗധേയം അങ്ങയുടെ കരങ്ങളിലാണ്. അഭികാമ്യമായവയിൽ എനിക്കുള്ള അളവ് ചരടുകൾ വീണിരിക്കുന്നു. അത് എൻ്റെ അവകാശം സുന്ദരമായിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രികളിലും എൻ്റെ അന്തരംഗം എനിക്ക് ശിക്ഷണം നൽകുന്നു. കർത്താവിനെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എൻ്റെ ആത്മാവ് ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം പോലും സുരക്ഷിതമായി വസിക്കുന്നു. തീർച്ചയായും അങ്ങൻ്റെ ആത്മാവിനെ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അങ്ങയുടെ ഭക്തനെ ആഴം കാണാൻ വിട്ടുകൊടുക്കുകയുമില്ല. അങ്ങെന്നെ ജീവന്റെ മാർഗം അറിയിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തോടൊപ്പം സന്തോഷങ്ങളുടെ സമൃദ്ധിയുണ്ട്. അങ്ങയുടെ വലതുഭാഗത്ത് അഭികാമ്യമായവ എപ്പോഴുമുണ്ട്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുഹിതം വചനത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നതിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുവിനെ ഓർത്തും പഴയ നിയമത്തിൽ കർത്താവായ യേശുവിൻ്റെ നിഴലായി പ്രത്യക്ഷപ്പെടുന്ന എല്ലാ പൂർവ്വപിതാക്കന്മാരെ ഓർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പഴയ നിയമത്തിൽ പുതിയ നിയമം മറഞ്ഞിരിക്കുന്നുവെന്നും പുതിയ നിയമത്തിൽ പഴയ നിയമത്തിന് കൂടുതൽ അർത്ഥം ലഭിക്കുന്നുവെന്നും ഞങ്ങൾ ഈ വചന വായനയിലൂടെ തിരിച്ചറിയുകയാണ്. അങ്ങയുടെ മക്കളാകാൻ ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ നിമിഷവും അങ്ങയുടെ മക്കളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുരിതത്തിലും സന്തോഷത്തിലും അങ്ങയുടെ മക്കളായി ആനന്ദത്തോടെ ജീവിക്കാൻ ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, ഈ യാത്രയിൽ നിങ്ങളൊപ്പം ഉള്ളതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ 25-ാമത്തെ ദിവസം യാക്കോബിന്റെ ജീവിതത്തെ ഒരിക്കൽ കൂടി നാം അടുത്ത് കാണുകയാണ്. വഞ്ചകനായി ആരംഭിച്ച ഒരു മനുഷ്യൻ അവസാനിപ്പിക്കുന്നത് ഒരു പ്രവാചകനായിട്ടാണ്. ഒരു പ്രവാചകൻ എന്ന നിലയിൽ യാക്കോബ് ഫറവോയെ അനുഗ്രഹിക്കുന്നു. ജോസഫിന്റെ മക്കളായ മനാസയെയും എഫ്രായിമിനെയും അനുഗ്രഹിക്കുന്നു. ഇനി വരാൻ പോകുന്ന അധ്യായത്തിൽ തലമുറകളെ അനുഗ്രഹിക്കുകയും തലമുറകൾക്ക് സംഭവിക്കാൻ പോകുന്നത് ദർശനത്തിൽ എന്ന വണ്ണം പ്രവചിക്കുകയും ചെയ്യുന്നു. ഒരു ചതിയനിൽ നിന്ന്, ഒരു വഞ്ചകനിൽ നിന്ന് പ്രവാചകനിലേക്കുള്ള ദൂരം ഒരുപാട് ദീർഘമല്ല എന്ന് യാക്കോബ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുന്നത്. മോശമായി ആരംഭിച്ച് നന്നായി അവസാനിപ്പിച്ച ബൈബിൾ കഥാപാത്രങ്ങളിലെ ശക്തനായ ഒരു കഥാപാത്രം. യാക്കോബിന്റെ പിതാവായിരുന്ന ഇസഹാക്കിന്റെ അന്ത്യരംഗങ്ങളെ വിവരിക്കുമ്പോൾ നാം വായിച്ച ഒരു വാക്യം ഓർമ്മയിലുണ്ടാവും. അവന് കണ്ണുകളിൽ ഇരുട്ടായി, ഇസഹാക്കിന്റെ കണ്ണുകൾ അന്ധമായി, തിമിരം ബാധിച്ചു. അതുകൊണ്ടാണ് അനുഗ്രഹം നൽകുമ്പോൾ മക്കളെ മാറിപ്പോകുന്നത്. എന്നാൽ അപ്പന് സംഭവിച്ചത് യാക്കോബിന് സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, അപ്പന്റെ ആത്മീയ കണ്ണ് അടഞ്ഞാണിരുന്നതെങ്കിൽ യാക്കോബിന് ജീവിതാന്ത്യത്തിലേക്ക് എത്തുമ്പോൾ ആത്മാവിന്റെ കണ്ണുകൾ കുറെ കൂടി തെളിച്ചമുള്ളതായി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ജോസഫിന്റെ ഇഷ്ടം മൂത്ത മകനായ മനാസയെ ആദിജാതന്റെ അനുഗ്രഹം കൊടുത്ത് യാക്കോബ് ആശീർവദിക്കണമെന്നായിരുന്നു. എന്നാൽ തന്റെ വലത് കൈ എഫ്രായിമിന്റെ മേൽ വരത്തക്ക വിധം കൈകൾ പിണച്ചാണ് യാക്കോബ് മനാസയെയും എഫ്രായിമിനെയും അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ഇളയവനെ കൂടുതൽ അനുഗ്രഹിച്ചുകൊണ്ട് ഇളയവനിലേക്ക് ആദിജാതന് കിട്ടേണ്ട അനുഗ്രഹം കൈമാറിക്കൊണ്ട് യാക്കോബ് വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് എന്തോ പ്രവചിക്കുകയാണ്. ജോസഫിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് നാം വായിച്ചു. പക്ഷെ ആ അനിഷ്ടം ജോസഫ് പ്രകടമാക്കിയിട്ടും അതിന് വഴങ്ങാതെ പ്രവചനത്തിൽ എന്നവണ്ണം താൻ കണ്ട ജ്ഞാനദൃഷ്ടിയിൽ തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ആ മഹാബോധ്യത്തിന്റെ വെളിച്ചത്തിൽ എഫ്രായിമിനെയാണ് യാക്കോബ് കൂടുതൽ അനുഗ്രഹിക്കുന്നത്. ആത്മാവിന്റെ കണ്ണുകൾ അയാൾക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. വരാൻ പോകുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ശരീരത്തിന്റെ കണ്ണുകൾ, ബാഹ്യനേത്രങ്ങൾ തിമിരം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആത്മാവിന്റെ കണ്ണുകൾ നന്നായി പ്രകാശിച്ചാണിരിക്കുന്നത്. വഞ്ചകനിൽ ആരംഭിച്ച് ദീർഘദർശിയിൽ, പ്രവാചകനിൽ, ഒരു ജ്ഞാനദൃഷ്ടിയുള്ളവനിൽ അവസാനിപ്പിക്കുന്ന യാക്കോബിനെ അത്ഭുതങ്ങളോടെ മാത്രമേ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയുന്നുള്ളൂ. ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള ഈ അനന്ത സാധ്യത നാം എല്ലാവരുടെയും ജീവിതത്തിന്, നിലപാടുകൾക്ക്, സ്വഭാവത്തിന് സാധ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വളരെ മോശമായി ആരംഭിച്ച് നന്നായി പൂർത്തിയാക്കിയ
ഈ ജീവിതം അവസാനിക്കുന്നത്. എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വായനയിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഇതേ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഫാദർ ഡാനിയേൽ, മഹത്വം യേശുവിനെ മാത്രം, തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.